നമസ്കാരം. നമ്മളിപ്പോൾ വിദേശത്ത് പോയിട്ട് വരുമ്പോഴോ അല്ലെങ്കിൽ ഇവിടുന്ന് എന്തെങ്കിലും പുറത്തേക്ക് അയക്കുമ്പോഴോ അതിർത്തിയിൽ വലിയൊരു പ്രോസസ്സ് നടക്കുന്നുണ്ടല്ലേ? അതെ അതെ. കസ്റ്റംസ് ക്ലിയറൻസ്, ഡ്യൂട്ടി, ഇതൊക്കെ നമ്മൾ കേൾക്കുന്നതാണ്. അതെ. പക്ഷെ ഈ കാര്യങ്ങളൊക്കെ ശരിക്കും ചെയ്യുന്നത് ആരാണ്? ഈ കസ്റ്റംസ് ഉദ്യോഗസ്ഥര്. അവരുടെ അധികാരങ്ങൾ എന്തൊക്കെയാണ്? എങ്ങനെയാണ് അവരൊരു ടീമായി പ്രവർത്തിക്കുന്നത്? ഉം, ഇന്ന് നമ്മൾ ആ ഒരു വിഷയത്തിലേക്കാണ് കുറച്ചുകൂടി ആഴത്തിൽ നോക്കുന്നത്. 1962 ഇന്ത്യൻ കസ്റ്റംസ് നിയമം. അതിലെ 2-ാം അധ്യായം. ഇത് മുഴുവനായും കസ്റ്റംസ് ഉദ്യോഗസ്ഥരെക്കുറിച്ചാണ് പറയുന്നത്. ശരിയാണ്. നമ്മുടെ കയ്യിൽ ഈ നിയമത്തിന്റെ ഔദ്യോഗിക ഭാഗങ്ങളുണ്ട്, പ്രത്യേകിച്ച് ഈ ചാപ്റ്റർ 2. അപ്പം നമ്മുടെ ലക്ഷ്യം ഈ നിയമം വെച്ചിട്ട് ഈ ഉദ്യോഗസ്ഥരുടെ ഘടന, അവരുടെ അധികാരങ്ങൾ, ഇതൊക്കെ നിങ്ങൾക്ക് എങ്ങനെ എളുപ്പത്തിൽ മനസ്സിലാക്കാം എന്ന് നോക്കലാണ്. തീർച്ചയായും. കാരണം ഈ കസ്റ്റംസ് നിയമം എന്ന് പറയുന്നത് രാജ്യത്തിന്റെ സാമ്പത്തിക കാര്യങ്ങളിലും സുരക്ഷയുടെ കാര്യത്തിലുമൊക്കെ വലിയൊരു പങ്കുവഹിക്കുന്ന ഒന്നാണ്. ശരിയാണ്. ഇറക്കുമതി, കയറ്റുമതി, അതിനെയൊക്കെ നിയന്ത്രിക്കുക, പിന്നെ നിയമപരമായി കിട്ടേണ്ട ടാക്സ്, ഡ്യൂട്ടികൾ, അതൊക്കെ വാങ്ങിയെടുക്കുക, കള്ളക്കടത്ത് പോലെയുള്ള കാര്യങ്ങൾ തടയുക, ഇതിനൊക്കെ ഒരു കൃത്യമായ ചട്ടക്കൂട് വേണം. ആ ചട്ടക്കൂടാണ് ഈ നിയമം. അത് പ്രാവർത്തികമാക്കുന്നത് ആരാണ്? ഈ ഉദ്യോഗസ്ഥരാണ്. അപ്പോ അവരുടെ നിയമപരമായ സ്ഥാനം, അവരുടെ അധികാരങ്ങൾ, ഈ സിസ്റ്റം എങ്ങനെ വർക്ക് ചെയ്യുന്നു, ഇതൊക്കെ നമുക്ക് വിശദമായിട്ട് തന്നെ നോക്കാം. അതെ. കാരണം ഏത് നിയമമായാലും അത് വെറുതെ പേപ്പറിലിരുന്നാൽ പോരല്ലോ. അത് നടപ്പാക്കാൻ ആളുകൾ വേണം, അതിന് അധികാരമുള്ളവർ വേണം. അതെ അതെ. അപ്പൊ കസ്റ്റംസിന്റെ കാര്യത്തിൽ ഈ വലിയൊരു ഉത്തരവാദിത്തം അതാർക്കാണ്? നിയമം ഈ റോളുകളൊക്കെ എങ്ങനെയാണ് പറഞ്ഞു വെച്ചിരിക്കുന്നത്? അത് വളരെ പ്രധാനപ്പെട്ട ചോദ്യമാണ്. നിയമം നടപ്പാക്കുന്നത് ഉദ്യോഗസ്ഥരാണ്. ഇപ്പൊ കസ്റ്റംസിന്റെ കാര്യമെടുത്താൽ ഈ പറയുന്ന ഇറക്കുമതി, കയറ്റുമതി നിയന്ത്രിക്കുക, രാജ്യത്തിന് വേണ്ട നികുതികൾ, അതായത് ഡ്യൂട്ടികൾ, അത് പിരിക്കുക, പിന്നെ നിയമവിരുദ്ധമായി സാധനങ്ങൾ രാജ്യത്തേക്ക് വരുന്നത് തടയുക, പുറത്തേക്ക് പോകുന്നതും തടയുക. ഇതിലൂടെയൊക്കെ രാജ്യസുരക്ഷയും സാമ്പത്തിക കാര്യങ്ങളുമൊക്കെ ഉറപ്പാക്കുക. ഇതൊക്കെ വലിയ ജോലികളാണ്. അതെ, ഇതൊക്കെയാണ് കസ്റ്റംസിന്റെ പ്രധാന ചുമതലകൾ. അപ്പോ ഇത്രയും വലിയ ഉത്തരവാദിത്തങ്ങൾ ചെയ്യണമെങ്കിൽ ഒരു ചിട്ടയായ, വ്യക്തമായ അധികാരങ്ങളൊക്കെയുള്ള ഒരു ഉദ്യോഗസ്ഥ സംവിധാനം വേണം. അത് നിർബന്ധമാണ്. ശരി. 1962 കസ്റ്റംസ് നിയമം അങ്ങനൊരു ഘടനയാണ് ഉണ്ടാക്കിയിരിക്കുന്നത്. ഈ നിയമത്തിലെ സെക്ഷൻ 2, അതിലെ 6-ാമത്തെ ഉപവകുപ്പ് 26, അതനുസരിച്ച് ഈ പ്രവർത്തനങ്ങൾക്കെല്ലാം മേൽനോട്ടം വഹിക്കുന്ന ഏറ്റവും ടോപ്പിലുള്ള ബോഡി, അതാണ് സെൻട്രൽ ബോർഡ് ഓഫ് ഇൻഡയറക്ട് ടാക്സസ് ആൻഡ് കസ്റ്റംസ്. ബോർഡ് നമ്മൾ സാധാരണ കേൾക്കാറുണ്ട്, CBIC. അതെ, CBIC. നമുക്ക് സൗകര്യത്തിന് ബോർഡ് എന്ന് പറയാം. ഈ ബോർഡിന് താഴെയാണ് പിന്നെ കസ്റ്റംസ് ഉദ്യോഗസ്ഥരുടെ ഒരു ശ്രേണി വരുന്നത്. അപ്പോ ഈ ബോർഡ് തീരുമാനിക്കുന്ന കാര്യങ്ങൾ, അവരുടെ നിർദ്ദേശങ്ങൾ, അതനുസരിച്ച് ഫീൽഡിൽ, അതായത് എയർപോർട്ടിലും പോർട്ടിലുമൊക്കെ നിയമം നടപ്പാക്കുന്ന പ്രധാനപ്പെട്ട ആളുകളാണ് ഈ ഉദ്യോഗസ്ഥര്. അങ്ങനെ പറയാം അല്ലേ? അതെ, കൃത്യമായി പറഞ്ഞാൽ അതാണ്. നിയമം പ്രാക്ടിക്കലായി മാറുന്നത് ഈ ഉദ്യോഗസ്ഥരിലൂടെയാണ്. അവരുടെ ജോലിയിലൂടെയാണ് കസ്റ്റംസ് നിയമം ലക്ഷ്യം കാണുന്നത്. ശരി. അങ്ങനെയെങ്കിൽ നമുക്ക് ഈ ഉദ്യോഗസ്ഥരുടെ ഘടനയിലേക്ക് കടക്കാം. നിയമത്തിലെ 3-ാം വകുപ്പ് സെക്ഷൻ 3 പലതരം കസ്റ്റംസ് ഉദ്യോഗസ്ഥരെക്കുറിച്ച് പറയുന്നുണ്ട് എന്ന് പറഞ്ഞല്ലോ. അത് കേട്ടിട്ട് ഒരു വലിയ ലിസ്റ്റ് പോലെ തോന്നും. ആരൊക്കെയാണ് ഈ ഹൈറാർക്കിയിലുള്ള പ്രധാനപ്പെട്ട ആളുകൾ? എന്തിനാണ് ഇങ്ങനെ ഒരുപാട് തലങ്ങളിലുള്ള സംവിധാനം? അതെ, സെക്ഷൻ 3 നോക്കിയാൽ അത് വ്യക്തമാണ്. ഒരു അധികാര ശ്രേണി, അതായത് ഹൈറാർക്കി അവിടെ കൊടുത്തിട്ടുണ്ട്. ഏറ്റവും മുകളിൽ പ്രിൻസിപ്പൽ ചീഫ് കമ്മീഷണർ ഓഫ് കസ്റ്റംസ്, പിന്നെ ചീഫ് കമ്മീഷണർ ഓഫ് കസ്റ്റംസ്. ഓക്കേ. ഇവരോടൊപ്പം തന്നെ റവന്യൂ ഇന്റലിജൻസുമായി ബന്ധപ്പെട്ട തസ്തികകളുമുണ്ട്. പ്രിൻസിപ്പൽ ഡയറക്ടർ ജനറൽ ഓഫ് റവന്യൂ ഇന്റലിജൻസ്, ഡയറക്ടർ ജനറൽ ഓഫ് റവന്യൂ ഇന്റലിജൻസ്, അങ്ങനെയുള്ള ഉയർന്ന തസ്തികകൾ. റവന്യൂ ഇന്റലിജൻസ്. അതെ. അതിന് താഴേക്ക് വന്നാൽ പ്രിൻസിപ്പൽ കമ്മീഷണർമാർ. ഇതിൽ അപ്പീലുകൾ മാത്രം കൈകാര്യം ചെയ്യുന്ന കമ്മീഷണർമാരുമുണ്ട്, കമ്മീഷണർ അപ്പീൽസ്. പിന്നെ അഡീഷണൽ കമ്മീഷണർമാർ, ജോയിന്റ് കമ്മീഷണർമാർ, ഡെപ്യൂട്ടി കമ്മീഷണർമാർ, അസിസ്റ്റന്റ് കമ്മീഷണർമാർ, അങ്ങനെ താഴോട്ട് ഒരുപാട് തട്ടുകളുണ്ട്. ഈ ലിസ്റ്റ് ഇനിയും താഴേക്ക് പോകും. സൂപ്രണ്ടുമാർ, ഇൻസ്പെക്ടർമാരൊക്കെ വരും. ഈ ലിസ്റ്റിൽ തന്നെ ചില പേരുകളുടെ കൂടെ പ്രിവെന്റീവ് എന്നോ റവന്യൂ ഇന്റലിജൻസ് എന്നൊക്കെ കാണുന്നുണ്ടല്ലോ. എന്താണത്? അതെ, അത് അവരുടെ സ്പെഷ്യലൈസേഷനാണ് സൂചിപ്പിക്കുന്നത്. കസ്റ്റംസ് നിയമലംഘനങ്ങൾ മുൻകൂട്ടി തടയുക, അതിനാണ് പ്രിവെന്റീവ് വിഭാഗം. ഓക്കെ, പ്രിവെൻഷൻ. അതെ. പിന്നെ നികുതി വെട്ടിപ്പ്, കള്ളക്കടത്ത്,
അങ്ങനെയുള്ള സാമ്പത്തിക കുറ്റകൃത്യങ്ങളെക്കുറിച്ച് രഹസ്യമായി അന്വേഷിച്ച് കണ്ടുപിടിക്കുന്ന വിഭാഗമാണ് റവന്യൂ ഇന്റലിജൻസ്. ഇന്റലിജൻസ്. അതെ. അപ്പോൾ ആ വിഭാഗങ്ങളിൽ ജോലി ചെയ്യുന്നവരെയാണ് ആ പേരിൽ പറയുന്നത്. പക്ഷെ ബേസിക്കലി ഇവരെല്ലാവരും കസ്റ്റംസ് നിയമപ്രകാരം നിയമിക്കപ്പെട്ട ഉദ്യോഗസ്ഥർ തന്നെയാണ്. എല്ലാവരും കസ്റ്റംസ് നിയമത്തിന്റെ കീഴിൽ വരും. ഇവിടെയാണ് ഒരു കാര്യം ശ്രദ്ധിക്കേണ്ടത്. ഇത്രയും വിപുലമായ ഒരു ഹൈറാർക്കി, പല പല തലങ്ങൾ, ഇതിന്റെ ആവശ്യകത എന്തായിരിക്കും? ഇത് കാര്യങ്ങൾ കൂടുതൽ കോംപ്ലിക്കേറ്റഡ് ആക്കുകയല്ലേ ചെയ്യുന്നത്? അതൊരു നല്ല ചോദ്യമാണ്. ഒറ്റനോട്ടത്തിൽ ചിലപ്പോൾ അങ്ങനെ തോന്നാം. പക്ഷേ ഈ ഘടനയ്ക്ക് പിന്നിൽ നല്ല കാരണങ്ങളുണ്ട്. കസ്റ്റംസ് നടപടിക്രമങ്ങൾ എന്ന് പറഞ്ഞാൽ അത് പലപ്പോഴും വളരെ സങ്കീർണമാണ്. ശരിയാണ്. പലതരം സാധനങ്ങൾ വരും, ഓരോന്നിനും അതിന്റെ വിലയിടണം, ടാക്സ് കണക്കാക്കണം, പല രാജ്യങ്ങളുമായി പലതരം കരാറുകളുണ്ടാകും. പിന്നെ നിയമലംഘനങ്ങൾ തന്നെ പലതരത്തിലുണ്ട്. അപ്പോൾ ഓരോ കാര്യവും കൈകാര്യം ചെയ്യാൻ അതിൻ്റെതായ വൈദഗ്ധ്യം വേണ്ടിവരും. ഉദാഹരണത്തിന്, കുറച്ചുകൂടി കോംപ്ലിക്കേറ്റഡ് ആയൊരു നിയമപ്രശ്നം അല്ലെങ്കിൽ വലിയൊരു കേസ്, അത് കൈകാര്യം ചെയ്യാൻ ഉയർന്ന തസ്തികയിലുള്ള ഒരു ഉദ്യോഗസ്ഥന്റെ അനുഭവപരിചയം, അവരുടെ ഒരു തീരുമാനം ഒക്കെ ആവശ്യമായി വരും. അതേസമയം ദിവസേനയുള്ള പരിശോധനകൾ, സാധാരണ നടപടിക്രമങ്ങൾ, ഇതിനൊക്കെ താഴെത്തട്ടിലുള്ള ഉദ്യോഗസ്ഥർ ഒരുപാട് പേർ വേണം. അപ്പോൾ ഈ പല തട്ടുകളിലുള്ള ശ്രേണി എന്തിനാണെന്ന് വെച്ചാൽ, ഓരോ ലെവലിലും ആവശ്യമായ എക്സ്പെർട്ടൈസ്, അധികാരം, അതൊക്കെ ഉറപ്പാക്കാനും പിന്നെ ജോലികൾ കൃത്യമായി വിഭജിച്ചു നൽകി കാര്യക്ഷമത കൂട്ടാനുമാണ്. അതായത് വർക്ക് ഡിസ്ട്രിബ്യൂഷനും സൂപ്പർവിഷനും എളുപ്പമാകും. അതെ. തീരുമാനങ്ങൾ എടുക്കുന്നതിനും ഒരു മേൽനോട്ടത്തിനുമൊക്കെ വ്യക്തമായൊരു സ്ട്രക്ചർ കിട്ടും. ശരി. അപ്പോൾ വൈദഗ്ധ്യവും ഉത്തരവാദിത്വവും അനുസരിച്ച് ജോലികൾ ഡിവൈഡ് ചെയ്യാനും സൂപ്പർവൈസ് ചെയ്യാനുമാണ് ഈ ഹൈറാർക്കി. ഇനി ഈ ഉദ്യോഗസ്ഥരെയൊക്കെ ആരാണ് അപ്പോയിന്റ് ചെയ്യുന്നത്? അവർക്ക് ഈ കസ്റ്റംസ് നിയമം അനുസരിച്ചുള്ള അധികാരങ്ങൾ എങ്ങനെയാണ് കിട്ടുന്നത്? നിയമനത്തെക്കുറിച്ച് പറയുന്നത് സെക്ഷൻ 4-ലാണ്, 4-ാം വകുപ്പ്. അതനുസരിച്ച് ഈ നിയമത്തിന്റെ ആവശ്യങ്ങൾക്ക് വേണ്ടി കസ്റ്റംസ് ഉദ്യോഗസ്ഥരെ നിയമിക്കാനുള്ള ബേസിക് അധികാരം അത് കേന്ദ്ര സർക്കാരിനാണ്. സെൻട്രൽ ഗവൺമെന്റ്. അതെ. പക്ഷേ കേന്ദ്ര സർക്കാരിന് വേണമെങ്കിൽ ഒരു നോട്ടിഫിക്കേഷൻ വഴി ഈ നിയമനാധികാരം താഴെയുള്ളവർക്ക് കൊടുക്കാം. ബോർഡിന് കൊടുക്കാം, അല്ലെങ്കിൽ ഏതെങ്കിലും പ്രിൻസിപ്പൽ ചീഫ് കമ്മീഷണർക്കോ ചീഫ് കമ്മീഷണർക്കോ അല്ലെങ്കിൽ കമ്മീഷണർമാർക്കൊക്കെ ഈ അധികാരം ഡെലിഗേറ്റ് ചെയ്യാം. അധികാരം കൈമാറാൻ പറ്റും. അതെ, താഴെത്തട്ടിലേക്ക് കൈമാറാൻ വ്യവസ്ഥയുണ്ട്. ഇനി അധികാരങ്ങളുടെ കാര്യം. ഒരു ഉദ്യോഗസ്ഥന് ഒരു പ്രത്യേക കാര്യം ചെയ്യാൻ, ഉദാഹരണത്തിന് നമ്മുടെ ബാഗ് പരിശോധിക്കാൻ അധികാരമുണ്ടെന്ന് എങ്ങനെയാണ് തീരുമാനിക്കുന്നത്? അവിടെയാണ് 5-ാം വകുപ്പ് സെക്ഷൻ 5 വളരെ പ്രധാനപ്പെട്ടതാകുന്നത്. ഈ നിയമമനുസരിച്ച് ചെയ്യേണ്ട ഏതെങ്കിലും ഒരു പ്രത്യേക ഡ്യൂട്ടി, ഒരു ഫംഗ്ഷൻ, അതിനെക്കുറിച്ച് ആലോചിക്കുക. ഉദാഹരണത്തിന് നമ്മൾ കൊണ്ടുവന്ന സാധനങ്ങൾ പരിശോധിക്കുക, അല്ലെങ്കിൽ അതിന്റെ ഡ്യൂട്ടി എത്രയാണെന്ന് കണക്കാക്കുക. ഈ ഓരോ പണിക്കും അത് ചെയ്യാൻ നിയമപരമായ അധികാരമുള്ളൊരു ഉദ്യോഗസ്ഥനുണ്ടാകും. അങ്ങനെയുള്ള ആ ഉദ്യോഗസ്ഥനെയാണ് നിയമത്തിൽ പ്രോപ്പർ ഓഫീസർ എന്ന് പറയുന്നത്. പ്രോപ്പർ ഓഫീസർ. അതെ, പ്രോപ്പർ ഓഫീസർ. അതിന്റെ ഡെഫിനിഷൻ സെക്ഷൻ 234-ൽ കൊടുത്തിട്ടുണ്ട്. അതായത് ഈ നിയമത്തിലെ ഏതെങ്കിലും ഒരു കാര്യം ചെയ്യാൻ ബോർഡോ അല്ലെങ്കിൽ അധികാരപ്പെടുത്തിയ കമ്മീഷണറോ ആരെയാണോ ചുമതലപ്പെടുത്തിയിരിക്കുന്നത്, അയാളാണ് ആ പ്രത്യേക കാര്യത്തിന്റെ പ്രോപ്പർ ഓഫീസർ. ചെയ്യാൻ ഇപ്പോൾ നമ്മൾ ബാഗേജ് പരിശോധിക്കാനാണെങ്കിൽ അതിന് നിയമപരമായ അധികാരമുണ്ടായിരിക്കണം. അതാണ് ഈ പ്രോപ്പർ ഓഫീസർ എന്നതിന്റെ അർത്ഥം, അല്ലേ? അതെ, വളരെ ശരിയാണ്. നിയമപരമായ നടപടികളുടെ സാധുതയ്ക്ക് ഇത് അത്യാവശ്യമാണ്. കാരണം ഒരു ഓഫീസർക്ക് നിയമപരമായി അധികാരമില്ലാത്ത ഒരു കാര്യം അയാൾ ചെയ്താൽ ആ നടപടിക്ക് നിയമസാധുത ഉണ്ടാവില്ല. അത് പ്രധാനപ്പെട്ടതാണ്. അതെ. അതുകൊണ്ട് ഓരോ ചുമതലയ്ക്കും ആരാണ് പ്രോപ്പർ ഓഫീസർ എന്ന് നിയമത്തിലോ അല്ലെങ്കിൽ അതിന്റെ കീഴിലുള്ള റൂൾസിലോ നോട്ടിഫിക്കേഷനുകളിലോ ഒക്കെ വ്യക്തമായി പറഞ്ഞിട്ടുണ്ടാകും. ഇനി ഇവിടെ ശ്രദ്ധിക്കേണ്ട വേറൊരു പോയിന്റ് കൂടിയുണ്ട്. സെക്ഷൻ 5-ലെ 5-ാമത്തെ ഉപവകുപ്പ് 5(5). അതനുസരിച്ച് ബോർഡിന് വേണമെങ്കിൽ 2-ഓ അതിലധികമോ കസ്റ്റംസ് ഉദ്യോഗസ്ഥർക്ക്, അവർ ചിലപ്പോൾ ഒരേ റാങ്കിലുള്ളവരായിരിക്കാം അല്ലെങ്കിൽ വ്യത്യസ്ത റാങ്കിലുള്ളവരായിരിക്കാം, അവർക്ക് ഒരേ സ്ഥലത്ത് ഒരേ അധികാരപരിധിയിൽ ഒരേ ഡ്യൂട്ടികൾ ഒരേ സമയം ചെയ്യാൻ അധികാരം കൊടുക്കാം. അതെന്തിനാ? ഒന്നിൽ കൂടുതൽ പേർക്ക് ഒരേ ജോലി കൊടുത്താൽ ഒരു കൺഫ്യൂഷൻ ആവില്ലേ? സാധ്യതയുണ്ട്. പക്ഷേ അതിന് പ്രായോഗികമായ കാരണങ്ങളുണ്ട്. ഇപ്പോൾ ഒരു വലിയ എയർപോർട്ട് അല്ലെങ്കിൽ ഒരു തുറമുഖം, അവിടെ വർക്ക് ലോഡ് ഭയങ്കര കൂടുതലായിരിക്കും. ശരിയാണ്. അപ്പോൾ ഒരു പ്രത്യേക ഡ്യൂട്ടി ചെയ്യാൻ ഒന്നിൽ കൂടുതൽ ഓഫീസർമാരുണ്ടാകുന്നത് കാര്യങ്ങൾ വേഗത്തിലാക്കാൻ സഹായിക്കും. ഒരാൾക്ക് ലീവ് എടുക്കേണ്ടി വന്നാൽ മറ്റൊരാൾക്ക് ആ ജോലി നോക്കാൻ പറ്റും. ശരി.
അപ്പോൾ പ്രവർത്തനങ്ങൾ മുടങ്ങാതിരിക്കാനും കാര്യക്ഷമത കൂട്ടാനും വേണ്ടിയുള്ള ഒരു അറേഞ്ച്മെന്റാണത്. പക്ഷെ താങ്കൾ പറഞ്ഞ പോലെ ഇത് നടപ്പാക്കുമ്പോൾ അധികാരപരിധിയും ഉത്തരവാദിത്വവും ഒക്കെ ക്ലിയർ ആയിരിക്കണം. അല്ലെങ്കിൽ ആശയക്കുഴപ്പമുണ്ടാകാം. മനസ്സിലായി. കാര്യക്ഷമതയും വർക്ക് ലോഡ് ഷെയറിംഗുമാണ് ഉദ്ദേശം. അപ്പൊ ചുരുക്കത്തിൽ, നിങ്ങൾ കസ്റ്റംസുമായി ഏതെങ്കിലും രീതിയിൽ ഡീല് ചെയ്യുമ്പോൾ നിങ്ങളുമായി ഇടപെടുന്ന ഉദ്യോഗസ്ഥന് ആ കാര്യം ചെയ്യാൻ നിയമപരമായ അധികാരം, അതായത് അയാൾ പ്രോപ്പർ ഓഫീസറാണോ എന്ന് ഉറപ്പാക്കേണ്ടത് പ്രധാനമാണ്. കൃത്യമാണ്. അത് കസ്റ്റംസുമായി ബന്ധപ്പെടുന്ന ആളുകളുടെ അവകാശങ്ങൾ സംരക്ഷിക്കാനും നടപടിക്രമങ്ങളിൽ ഒരു സുതാര്യത വരാനും അത്യാവശ്യമാണ്. ഇനി എന്റെ മനസ്സിൽ വരുന്നൊരു സംശയം, ഈ കസ്റ്റംസ് ഡിപ്പാർട്ട്മെന്റിലെ ഉദ്യോഗസ്ഥർക്ക് മാത്രമാണോ ഈ നിയമപരമായ പവേഴ്സൊക്കെ ഉള്ളത്? അതോ മറ്റ് ഗവൺമെന്റ് ഡിപ്പാർട്ട്മെന്റിലെ ഉദ്യോഗസ്ഥർക്ക്, ഇപ്പൊ പോലീസിനോ ഫോറസ്റ്റ് ഓഫീസർമാർക്കോ, അങ്ങനെയുള്ളവർക്ക് ചില പ്രത്യേക സാഹചര്യങ്ങളിൽ ഈ കസ്റ്റംസ് ഡ്യൂട്ടികൾ ചെയ്യാൻ പറ്റുമോ? തീർച്ചയായും പറ്റും. അതിനുള്ളൊരു പ്രൊവിഷനാണ് സെക്ഷൻ 6 6-ാം വകുപ്പിൽ കൊടുത്തിരിക്കുന്നത്. ഓക്കെ. അതനുസരിച്ച് കേന്ദ്ര സർക്കാരിന് ഒരു നോട്ടിഫിക്കേഷൻ വഴി ആവശ്യമെന്ന് തോന്നുന്ന സന്ദർഭങ്ങളിൽ ഒന്നുകിൽ ബോർഡിന്റെയോ അല്ലെങ്കിൽ ഏതെങ്കിലും കസ്റ്റംസ് ഉദ്യോഗസ്ഥന്റെയോ ചുമതലകൾ അത് മുഴുവനായോ അല്ലെങ്കിൽ ചില കണ്ടീഷൻസോടെയോ മറ്റു ചില ഉദ്യോഗസ്ഥരെ ഏൽപ്പിക്കാൻ അധികാരമുണ്ട്. മറ്റു ഉദ്യോഗസ്ഥരെന്ന് പറഞ്ഞാൽ അത് കേന്ദ്ര സർക്കാരിലെ മറ്റ് ഡിപ്പാർട്ട്മെന്റുകളിലെ ഉദ്യോഗസ്ഥരാകാം, സംസ്ഥാന സർക്കാരിലെ ഉദ്യോഗസ്ഥരാകാം, ചിലപ്പോൾ പഞ്ചായത്ത് പോലെയുള്ള ലോക്കൽ അതോറിറ്റികളിലെ ഉദ്യോഗസ്ഥരെ വരെ ഏൽപ്പിക്കാൻ ഈ നിയമം അനുവദിക്കുന്നുണ്ട്. ഇതിനൊരു പ്രാക്ടിക്കൽ എക്സാമ്പിൾ പറയാമോ? എപ്പോഴാണ് ഇങ്ങനെ വേണ്ടിവരിക? ഉദാഹരണത്തിന്, വളരെ ദൂരെയുള്ള റിമോട്ടായ ബോർഡർ ഏരിയകൾ, അവിടെയൊക്കെ വലിയ കസ്റ്റംസ് ഓഫീസുകൾ എപ്പോഴും ഉണ്ടാകണമെന്നില്ല. ശരിയാണ്. അങ്ങനെയുള്ള സ്ഥലങ്ങളിൽ ചെറിയ രീതിയിലുള്ള കള്ളക്കടത്ത് തടയാനോ അല്ലെങ്കിൽ പ്രാഥമികമായ ചില പരിശോധനകൾ നടത്താനോ ഒക്കെ അവിടെ ഡ്യൂട്ടിയിലുള്ള പോലീസ് ഓഫീസർമാർക്കോ അല്ലെങ്കിൽ ബോർഡർ സെക്യൂരിറ്റി ഫോഴ്സിനൊക്കെ ചില കസ്റ്റംസ് ചുമതലകൾ കൂടി ചെയ്യാൻ ഗവൺമെന്റ് നോട്ടിഫിക്കേഷൻ വഴി അധികാരം കൊടുക്കാം. അതുപോലെ ഒരു പ്രത്യേക ഓപ്പറേഷൻ നടത്തുമ്പോൾ പല ഏജൻസികളും ഒരുമിച്ച് പ്രവർത്തിക്കേണ്ടി വരും. അല്ലെങ്കിൽ കോസ്റ്റ് ഗാർഡിന് കടലിൽ വെച്ച് ചില കസ്റ്റംസ് അധികാരങ്ങൾ ഉപയോഗിക്കേണ്ടി വരും. അങ്ങനെയുള്ള സാഹചര്യങ്ങളിലൊക്കെ ഈ വകുപ്പ് ഉപയോഗപ്രദമാകും. അപ്പോ ആവശ്യത്തിനനുസരിച്ച് മറ്റ് ഗവൺമെന്റ് ഏജൻസികളുടെ ഹെൽപ്പ് എടുക്കാനും അവരുമായി കോർഡിനേറ്റ് ചെയ്ത് പ്രവർത്തിക്കാനും കസ്റ്റംസ് ഡിപ്പാർട്ട്മെന്റിന് നിയമപരമായ ഒരു സപ്പോർട്ട് നൽകുന്ന സെക്ഷനാണിത്. ഇത് അഡ്മിനിസ്ട്രേറ്റീവ് കാര്യക്ഷമത കൂട്ടുമല്ലോ? അതെ, തീർച്ചയായും. റിസോഴ്സസ് നന്നായി ഉപയോഗിക്കാനും പല ഗവൺമെന്റ് ഏജൻസികൾ തമ്മിൽ ഒരു സഹകരണം ഉണ്ടാക്കാനും ഇത് സഹായിക്കും. പക്ഷേ ഒരു കാര്യം ശ്രദ്ധിക്കണം. ഇങ്ങനെ അധികാരം കൈമാറുമ്പോൾ ഏതൊക്കെ ചുമതലകൾക്കാണ് അധികാരം, എന്തൊക്കെ കണ്ടീഷൻസ് ബാധകമാണ് എന്നൊക്കെ ആ നോട്ടിഫിക്കേഷനിൽ വളരെ ക്ലിയറായിട്ട് പറയണം. അത് പ്രധാനമാണ്. ശരി. അപ്പോൾ നമ്മൾ ഇന്ന് കസ്റ്റംസ് നിയമത്തിലെ ഈ 2-ാം അധ്യായം അത്യാവശ്യം വിശദമായിട്ട് തന്നെ നോക്കി. ഇതിലെ പ്രധാനപ്പെട്ട കാര്യങ്ങൾ ഒന്ന് പെട്ടെന്ന് ഓർത്തെടുക്കാം. ഒന്നാമതായിട്ട്, കസ്റ്റംസ് നിയമം നടപ്പാക്കാൻ ഒരു വ്യക്തമായ ഹയറാർക്കി, ഒരു അധികാരശ്രേണിയിലുള്ള ഉദ്യോഗസ്ഥ സംവിധാനമുണ്ട് എന്ന് നമ്മൾ കണ്ടു. സെക്ഷൻ 3. അതെ, സെക്ഷൻ 3. പ്രിൻസിപ്പൽ ചീഫ് കമ്മീഷണർ തൊട്ട് താഴോട്ട് പല ലെവലുകളിലായിട്ട്. ഇത് ജോലിക്കനുസരിച്ചുള്ള സ്പെഷ്യലൈസേഷനും സൂപ്പർവിഷനും ഉറപ്പാക്കുന്നു. രണ്ടാമത്, ഇവരെ അപ്പോയിന്റ് ചെയ്യാനുള്ള അധികാരം സെൻട്രൽ ഗവൺമെന്റിനാണ്, പക്ഷേ അത് താഴേക്ക് ഡെലിഗേറ്റ് ചെയ്യാമെന്നും കണ്ടു. ശരി. സെക്ഷൻ 4. മൂന്നാമത്, പ്രോപ്പർ ഓഫീസർ എന്ന വളരെ പ്രധാനപ്പെട്ട കോൺസെപ്റ്റ്. ഓരോ കസ്റ്റംസ് ഡ്യൂട്ടിക്കും അതിനധികാരപ്പെട്ട ഉദ്യോഗസ്ഥൻ വേണം. അതെ. സെക്ഷൻ 5. പിന്നെ 234. നാലാമതായി, എഫിഷ്യൻസിക്ക് വേണ്ടി ഒന്നിൽ കൂടുതൽ ഉദ്യോഗസ്ഥർക്ക് ഒരേ ഡ്യൂട്ടി കൊടുക്കാൻ ബോർഡിന് അധികാരമുണ്ട്. സെക്ഷൻ 55. പിന്നെ അവസാനം, ആവശ്യമെങ്കിൽ കസ്റ്റംസ് ഡ്യൂട്ടികൾ മറ്റ് ഗവൺമെന്റ് ഡിപ്പാർട്ട്മെന്റിലെ ഉദ്യോഗസ്ഥരെ ഏൽപ്പിക്കാനും നിയമം അനുവദിക്കുന്നുണ്ട്. അതെ, സെക്ഷൻ 6. അതെ, താങ്കൾ പറഞ്ഞ ഈ പോയിന്റുകൾ തന്നെയാണ് ഈ ചാപ്റ്ററിന്റെ കാതൽ. ഈ ഒരു ഘടനാപരമായ ക്രമീകരണമാണ് കസ്റ്റംസ് നിയമം ശരിക്കും എഫക്റ്റീവായിട്ട് നടപ്പാക്കാൻ സഹായിക്കുന്നത്. രാജ്യത്തിന്റെ വ്യാപാരം അത് സ്മൂത്താക്കാനും ഗവൺമെന്റിന് കിട്ടേണ്ട വരുമാനം ഉറപ്പാക്കാനും പിന്നെ ബോർഡറിലൂടെയുള്ള ഇല്ലീഗൽ ആക്ടിവിറ്റീസ് തടയാനും ഇതിനെല്ലാം ഈ ഉദ്യോഗസ്ഥ സംവിധാനം വഹിക്കുന്ന പങ്ക് വലുതാണ്. ശരിയാണ്. ഈ വ്യക്തമായ ഹൈറാർക്കിയും ഡ്യൂട്ടി ഡിവിഷനുമൊക്കെ നിയമം നടപ്പാക്കുന്നതിൽ ഒരു ക്ലാരിറ്റി കൊണ്ടുവരുന്നു. ഓരോ ഓഫീസർക്കും ഒരു ഉത്തരവാദിത്വബോധമുണ്ടാക്കുന്നു. അപ്പോ 1962 കസ്റ്റംസ് നിയമത്തിലെ ഈ 2-ാം അധ്യായം, കസ്റ്റംസ് ഉദ്യോഗസ്ഥരുടെ അപ്പോയിന്റ്മെന്റ്,
ക്ലാസിഫിക്കേഷൻ, അവരുടെ അധികാരങ്ങൾ, ഇതിനെക്കുറിച്ചുള്ള അടിസ്ഥാനപരമായ കാര്യങ്ങളാണ് നമ്മൾ ഇന്ന് നോക്കിയത്. ഇത് ഈ നിയമം എങ്ങനെ പ്രവർത്തിക്കുന്നു എന്ന് മനസ്സിലാക്കാൻ നിങ്ങളെ സഹായിച്ചിട്ടുണ്ടാകും എന്ന് കരുതുന്നു. അതെ, നമ്മൾ ഇന്ന് കൂടുതലും ഫോക്കസ് ചെയ്തത് ഈ ഉദ്യോഗസ്ഥരുടെ സ്ട്രക്ചറിനെക്കുറിച്ചും അവർക്കെങ്ങനെ അധികാരം കിട്ടുന്നു എന്നതിനെക്കുറിച്ചുമൊക്കെയാണ്. പക്ഷേ ഈ കസ്റ്റംസ് നിയമം മുഴുവനായിട്ട് എടുത്തു നോക്കിയാൽ ഈ ഉദ്യോഗസ്ഥർക്ക് നിയമം നൽകുന്ന അധികാരങ്ങൾ വളരെ വളരെ വിപുലമാണ്. ഉദാഹരണത്തിന് ആളുകളെ പരിശോധിക്കാൻ, സ്ഥലങ്ങൾ പരിശോധിക്കാൻ അതിനുള്ള അധികാരം, സെർച്ചസ്, സംശയമുള്ള സാധനങ്ങൾ പിടിച്ചെടുക്കാൻ, സീഷർ ഓഫ് ഗുഡ്സ് അതിനുള്ള അധികാരം, ചില സാഹചര്യങ്ങളിൽ ആൾക്കാരെ അറസ്റ്റ് ചെയ്യാൻ വരെ അധികാരമുണ്ട്. അറസ്റ്റ് ചെയ്യാനുള്ള അധികാരം, ഇതൊക്കെ അധ്യായം 13 പറയുന്നുണ്ട്. അതുപോലെ നിയമം ലംഘിച്ചാൽ പിഴ ചുമത്താൻ, ചില കേസുകളിൽ പ്രോസിക്യൂഷൻ നടപടികളിലേക്ക് പോകാൻ, ഒഫൻസസ്, അതിനൊക്കെയുള്ള വ്യവസ്ഥകളുണ്ട്. പിന്നെ അവരുടെ തീരുമാനങ്ങൾക്കെതിരെ അപ്പീൽ പോകാനുള്ള സംവിധാനങ്ങളും നിയമത്തെ തന്നെയുണ്ട്. ശരിയാണ്. അപ്പോ ഇവിടെ ഒരു പ്രധാനപ്പെട്ട ചോദ്യം വരുന്നുണ്ട്. ഇത്രയും വിപുലമായ അധികാരങ്ങൾ, പരിശോധന, പിടിച്ചെടുക്കൽ, അറസ്റ്റ്, ഇതൊക്കെ ഉപയോഗിക്കാൻ നിയമം ഉദ്യോഗസ്ഥർക്ക് അധികാരം നൽകുമ്പോൾ നമ്മൾ ഇന്ന് സംസാരിച്ച ഈ ഉദ്യോഗസ്ഥ ഘടന, ഈ ഹൈറാർക്കി, ഇത് നിയമം കാര്യക്ഷമമായി നടപ്പാക്കുന്നു എന്ന് ഉറപ്പാക്കുന്നതിനോടൊപ്പം തന്നെ സാധാരണക്കാരുടെ, വ്യക്തികളുടെ അവകാശങ്ങൾ സംരക്ഷിക്കപ്പെടുന്നുണ്ടെന്നും അവർക്ക് നീതി കിട്ടുന്നുണ്ടെന്നും എങ്ങനെയാണ് ഉറപ്പുവരുത്തുന്നത്? അതൊരു വലിയ ചോദ്യമാണ്. ഈ അധികാരങ്ങൾ മിസ്യൂസ് ചെയ്യാതിരിക്കാൻ ഈ സ്ട്രക്ചർ എത്രത്തോളം ഹെൽപ്പ് ചെയ്യുന്നുണ്ട്? ഇതൊരു കോംപ്ലക്സായ വിഷയമാണ്. നിങ്ങൾക്ക് ഇതിനെക്കുറിച്ച് തുടർന്ന് ആലോചിക്കാവുന്നൊരു കാര്യമാണ്. തീർച്ചയായും. അധികാരം പ്രയോഗിക്കുമ്പോൾ അതിനൊരു ഉത്തരവാദിത്വം കൂടി വരുന്നുണ്ട്. അത് തമ്മിലൊരു ബാലൻസ് വേണം. അതെപ്പോഴും ഒരു വെല്ലുവിളിയാണ്. എന്തായാലും കസ്റ്റംസ് നിയമത്തിലെ ഉദ്യോഗസ്ഥരെക്കുറിച്ചുള്ള ഈ അടിസ്ഥാന വിവരങ്ങൾ നിങ്ങൾക്ക് ഉപകാരപ്പെട്ടു എന്ന് കരുതുന്നു. ഇതിനെക്കുറിച്ച് കൂടുതൽ അറിയണമെന്നുണ്ടെങ്കിൽ തീർച്ചയായും ഈ നിയമത്തിന്റെ മറ്റു ഭാഗങ്ങൾ കൂടി വായിച്ചു നോക്കാവുന്നതാണ്. ഇന്നത്തെ ഈ ചർച്ച നമുക്കിവിടെ നിർത്താം.